അവിടെ കൊച്ചുതനം ഒരു കസേരയ്ക്ക് മുകളിൽ കയറി നിന്ന് കബോർഡിലുണ്ടായിരുന്ന അവളുടെ വസ്ത്രങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് കട്ടിലിന് മുകളിൽ പരത്തി വെച്ച് ഒരു ബാഗിലേക്ക് നിറക്കുകയായിരുന്നു അവൾ. തലയുയർത്തി അമ്മയെ നോക്കി ആ കുഞ്ഞു പറഞ്ഞു, അമ്മേ, ഞാൻ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്യുക. തെച്ചെങ്കിൽ പറഞ്ഞു വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൊച്ചു പാവാടയും കൂടി ബാഗിലേക്ക് തിരുകി അവൾ. അങ്കിളിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞ ആ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിച്ചാണ് ആ കുട്ടി വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് തന്നെ. മകളുടെ വാക്ക് കേട്ട് കാവേരി പുരുകം ചുളിഞ്ഞു. കുഞ്ഞ്, ഇതെന്താ ഇതൊക്കെ? നമ്മൾ ആരുടെയും വീട്ടിലേക്ക് പോകുന്നില്ല, എഴുന്നേൽക്കാദ്യം എന്ന് പറഞ്ഞ് അവൾ മകളെ താഴെ ഇറക്കി. നമ്മുടെ വീട് ഇതാണ്, നമ്മൾ ഇവിടെയാണ് ഇരിക്കേണ്ടത് പൊന്നുമോളെ, അവൾ പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മുഖം വാടിപ്പോയി. ഇത്രയും നേരം ദച്ചു അങ്കിളുടെ വീട്ടിലേക്ക് പോകാമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നല്ലോ അവൾ. അല്ല അമ്മേ, അത് വലിയ വീടാ, അവിടെ ബെഡൊക്കെ ഒരുപാട് വലുതാ. ഞാനും അമ്മയും ദച്ചു അങ്കിളും കൂടി അവിടെ ഒരുമിച്ച് കിടക്കാം. മകളുടെ അനിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് കാവേരിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അവൾ മകളെ മടിയിലിരുത്തി ചോദിച്ചു, തനു, അത് ശരിയല്ല, നീ വേറെ ആരെങ്കിലും അമ്മ എന്ന് വിളിക്കുമോ? കുറച്ചു നേരം ആലോചിച്ച ശേഷം ആ കുട്ടി പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മ ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് എൻ്റെ അമ്മയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ വീടാണ്, നമ്മൾ ഇവിടെയാണ് കഴിയേണ്ടത് എന്ന് മകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവൾ പറഞ്ഞു കൊടുത്തു. അതോടെ ആ കുഞ്ഞിൻ്റെ മുഖം പൂർണ്ണമായും വാടി. പിന്നീടൊന്നും ചോദിക്കാതെ അവൾ അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു കട്ടിലിൽ ചെന്ന് ചുരുണ്ടോട് കൂടിക്കിടന്നു. മകളുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ കാവേരിക്ക് വല്ലാതെ സങ്കടം തോന്നി. അവളുടെ കണ്ണും നിറഞ്ഞുപോയി. അവൾ മകളുടെ അരികിൽ ചെന്ന് കിടന്നുകൊണ്ട് അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ എൻ്റെ പൊന്നുമോൾക്ക് വിഷമമായോ? പിന്നെ ദച്ചു എന്തിനാ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞത്? ദച്ചു കള്ളം പറഞ്ഞതാണോ? മകളുടെ ആ ചോദ്യം കേട്ടപ്പോൾ കാവേരിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൻ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വെറുതെ പറഞ്ഞതായിരിക്കാം എന്നവളും ചിന്തിച്ചു പോയി. അന്ന് ഓഫീസിലെ തിരക്കുകളിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ഇന്ദ്രജിത്ത് ആ ട്രാഫിക്കിന്റെ സിഗ്നലിൽ കുടുങ്ങിയത്. ചുവപ്പ് വെളിച്ചം തെളിഞ്ഞപ്പോൾ വണ്ടി നിർത്തി അവൻ വെറുതെ പുറത്തേക്ക് നോക്കി. വഴിയരികിലെ തട്ടുകടയിൽ അടുക്കി വെച്ചിരിക്കുന്ന ചുവന്നു തൊടുത്ത ആപ്പിളുകൾ കണ്ടപ്പോൾ അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ കുരുന്നിന്റെ മുഖം ഓടിയെത്തി. അവളുടെ കൊഞ്ചു കൊഴിഞ്ഞുള്ള സംസാരവും ആപ്പിളിനെ കുറിച്ച് അവളുടെ കുട്ടി വിവരണങ്ങളും ഓർത്തുപോയവൻ ഈ അടുത്ത കാലത്തായി ആ കുഞ്ഞിനോട് തനിക്ക് ഇത്രയേറെ സ്നേഹം തോന്നി തുടങ്ങിയത് അവൻ പോലും അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പിന്നെ ഒന്ന് പോയ മോളെ കണ്ടിട്ട് വരാം എന്ന് കരുതി അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് വണ്ടി തിരിക്കാൻ നോക്കിയപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. ഈ സമയത്ത് കുട്ടി സ്കൂളിലായിരിക്കുമല്ലോ. അവൻ നിരാശയോടെ ഒന്ന് നെടുവീർപ്പിട്ടു. അപ്പുറത്ത് വീട്ടിൽ അരുന്ധതി തന്റെ പ്രിയപ്പെട്ട അതിഥിക്കായി വിശേഷപ്പെട്ട സദ്യയൊക്കെ ഒരുക്കുന്ന തിരക്കിലും. മോൾക്കാണെങ്കിൽ സന്തോഷം അടക്കാനും കഴിയുന്നില്ല. ഇന്ന് ദച്ചു അങ്കിൾ വരും എന്ന് അമ്മ പറഞ്ഞത് മുതൽ അവൾ അടുക്കളയിലേക്ക് ഓടി വന്ന് എരിവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും പറഞ്ഞ്. അമ്മ വേഗമുണ്ടാക്കുക, അങ്കിൾ ഇപ്പോൾ വരും എന്നവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. മകളുടെ ഉത്സാഹം കണ്ട് കാവേരി പുഞ്ചിരിയോടെ പാചകം തുടർന്നു. അതേസമയം ഇന്ദ്രജിത്തും അവർക്കൊപ്പം ഉച്ചഭക്ഷണത്തിന് കഴിക്കാൻ പോകാനായി സന്തോഷത്തോടെ ഒരുങ്ങുകയായിരുന്നു അവൻ. ഈ ഒരു സന്തോഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മോളെയും കാണാമല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവൻ ഒരുങ്ങിയിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ സുഭദ്ര അങ്ങോട്ട് വന്നത്. ടാ തച്ചോ, നീ ഇത് എങ്ങോട്ടാ ഒരുങ്ങിയിറങ്ങുന്നത്? അമ്മ ചോദിച്ചു. എന്താ അമ്മേ? അവൻ തിരിഞ്ഞു നോക്കി. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ വരണം. അമ്മയുടെ ശബ്ദത്തിൽ ഒരു കൽപ്പനയുണ്ടായിരുന്നു. ഇന്ദ്രജിത്തിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇത് ആദ്യമേ പറയാമായിരുന്നില്ലേ അമ്മേ? എനിക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞായറാഴ്ചയായിട്ട് നിനക്ക് എന്ത് വലിയ തിരക്കാണടാ? നീ ഇന്ന് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞേ? ദിവസം മുഴുവൻ ജോലി ചെയ്താൽ മതിയോ? ഇന്നൊരു ദിവസമെങ്കിലും ആ ജോലി ഒന്ന് മാറ്റിവെക്കതേ. നമ്മൾ അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. പെണ്ണു കാണാൻ വന്ന വീട്ടുകാർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അവർ നമ്മുടെ കൂടെ കൂടും. നീ വേഗം റെഡിയാവ്. ഞാനും ദേ ഇപ്പോൾ വരാം. മകന് മറുപടിയൊന്നും കൊടുക്കാതെ അമ്മ അകത്തേക്ക് നടന്നു. ഇന്ദ്രജിത്ത് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. താൻ കാവേരിയും മകൾക്കുമൊപ്പം ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് ഏറ്റിരുന്നതാണല്ലോ. ഒടുവിൽ ഇന്ദ്രജിത്ത് വല്ലാത്തൊരു മനസ്സോടെ കാവേരി ഫോണിൽ വിളിച്ചു. എനിക്ക് വരാൻ പറ്റില്ല കാവേരി, പെട്ടെന്നൊരു എമർജൻസി വന്നു, അങ്ങോട്ട് പോകേണ്ടി വന്നു. തൻ്റെ നിശ്ചയത്തെക്കുറിച്ച് അവളോട് തുറന്നു പറയാൻ അവൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. എന്തുകൊണ്ടോ അത് പറയാൻ അവന് വല്ലാത്തൊരു മടിയും തോന്നി. അയ്യോ, ഞാൻ ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. കാവേരി സ്വരത്തിൽ നിരാശ നീലിച്ചു.
ഐ ആം റിയലി സോറി. എൻ്റെ കാരണം കൊണ്ട് ബുദ്ധിമുട്ടായതിന് വിഷമമുണ്ട്. പക്ഷേ ഇന്ദ്രജിത്തിൻ്റെ വാക്കുകളിലെ വിഷമം കാവേരിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ സാർ. സാരമില്ല. എമർജൻസി കാര്യമാണെങ്കിൽ പോയിക്കോളൂ. വിഷമിക്കേണ്ട. അവൾ അവനെ ആശ്വസിപ്പിച്ചു. ശരി, മോൾ എന്ത് ചെയ്യുകയാ? അവൻ ചോദിച്ചു. അവൾ നിങ്ങളെയും കാത്ത് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അവളോട് എന്തു പറഞ്ഞു? ഇന്ദ്രജിത്ത് ആകാംക്ഷയോടെ ചോദിച്ചു. നിങ്ങൾ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വരികയാണെന്ന് കരുതി അവൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞവൾ തെറ്റിദ്ധരിച്ചതാ. ഇപ്പോഴും അവൾ തുണികളൊക്കെ എടുത്ത് വെക്കുകയാ. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊക്കെയുണ്ട്. അവൾക്ക് എന്ത് കാര്യം തുറന്നു പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അവളെ അങ്ങനെയാണ് വളർത്തിയതും കാവേരി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രജിത്തിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ കുഞ്ഞിന്റെ മനസ്സിൽ താൻ ഉണ്ടാക്കിയ പ്രതീക്ഷകളെ ഓർത്ത് അവന്റെ മനസ്സും ആ നിമിഷം വിതുമ്പിപ്പോയി. അവൻ ഫോൺ വെച്ചതിന് ശേഷം അവൻ കട്ടിലിൻ്റെ അരികിൽ തലയ്ക്ക് കൈവച്ചിരുന്നു. ഈ കല്യാണത്തിന് തനിക്കൊട്ടും താല്പര്യമില്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ മനസ്സ് നിറയെ ആ കൊച്ചുമോളുടെ മുഖവും അവളുടെ കൊഞ്ചലുകളും മാത്രമായിരുന്നു. വിവാഹശേഷം ആ കുട്ടിയുമായി ഇങ്ങനെയൊരു ബന്ധം തുടരാൻ കഴിയില്ലെന്ന ചിന്ത അവനെ വല്ലാതെ അലോസരപ്പെടുത്തി. അപ്പുറത്ത് അമ്മ സുഭദ്ര അവനെ കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ പ്രതിശ്രുത വധു സ്വാതിയും ഉണ്ടായിരുന്നു. അവൾ ഉഷാറായി വസ്ത്രങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോഴും ഇന്ദ്രജിത്ത് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഒരു യന്ത്രം പോലെ അവരുടെ കൂടെ നടന്നു. അമ്മേ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുത്തോളൂ, അവൻ നിർവികാരനായി പറഞ്ഞു. നിന്റെ നിശ്ചയത്തിലുള്ള ഡ്രസ്സ് നീ തന്നെ നോക്കേണ്ടടാ, അമ്മ നിർബന്ധിച്ചപ്പോൾ അവൻ മനസ്സില്ല ബ്ലാക്ക് കയ്യിൽ കിട്ടിയ ഒരു മോതിരം കാണിച്ചു കൊടുത്തു. മോതിരം വാങ്ങിയ ശേഷം അവർ വസ്ത്രങ്ങളുടെ സെക്ഷനിലേക്ക് നീങ്ങി. അതേസമയം വീട്ടിൽ ആ കുട്ടി ഇപ്പോഴും അവളുടെ പ്രിയപ്പെട്ട അങ്കിളിനായി കാത്തിരിക്കുന്നു. കാവേരി ഊണ് വിളമ്പിയ പാത്രമായി വന്നപ്പോൾ മകൾ ചോദിച്ചു. അമ്മേ, നമുക്ക് തെച്ചങ്ങളുടെ വീട്ടിൽ പോയി എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഊണ് കഴിച്ചൂടെ? മകളുടെ ചോദ്യം കേട്ട് കാവേരി ഉള്ളിലെ സങ്കടം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ലടാ മുത്തേ, അങ്കിളിൽ നിന്ന് പെട്ടെന്നൊരു ജോലി അതിലേക്ക് പോയി. അങ്ങനെയൊന്നും പറയരുത് മോളെ നീ. അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ? അങ്കിൾ പിന്നെ വരും. നീ ഇപ്പോൾ വന്ന് ഊണ് കഴിക്ക്. അവൾ മകളെ സാന്ത്വനിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. അപ്പോഴാണ് അങ്ങോട്ട് യാമി വരുന്നത്. തൻ്റെ ഏട്ടൻ്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണക്കത്ത് കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ ഇറങ്ങിയതായിരുന്നു അവൾ. അടുത്ത ആഴ്ചയിലാണ് നിശ്ചയവും. അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു. കാവേരിയുടെ വീടിനരികിലൂടെ വഴിയിലൂടെയാണ് അവൾ പോയത്. അപ്പോഴാണ് അവൾക്ക് തൻ്റെ ഡാൻസ് ടീച്ചറെ ഓർമ്മ വന്നതും. ഇത്രയും ദൂരം വന്നതല്ലേ, ടീച്ചറെയും കൂടി ക്ഷണിച്ചിട്ട് പോകാം, ഇന്ന് തന്നെ കാർഡും കൊടുക്കാം എന്ന് കരുതി അവൾ കാവേരിയുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു. അകത്തേക്ക് വന്ന യാമിയെ കണ്ട് കാവേരി പുഞ്ചിരിച്ചു. എങ്ങോട്ടാ നീ ഈ തിടുക്കത്തിൽ കയറി വന്നത്? ഇന്ന് വീട്ടിൽ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയല്ലേ, നീ വന്നത് നന്നായി. വാ, വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, കാവേരി സ്നേഹത്തോടെ അവളെ ആനയിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട ടീച്ചറെ, ഞാൻ വന്ന വേറൊരു കാര്യത്തിന്, യാമി പറഞ്ഞു. കാര്യം എന്തായാലും ഊണ് ആദ്യം കഴിക്കാനുള്ള സമയത്തല്ലേ നീ വന്നത്. ഇന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞ് ആ അതിഥി വന്നില്ല. അതിന് പകരമായിരിക്കാം നീ വന്നത്. നീ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ് കാവേരി അവളുടെ ജ്യേഷ്ഠൻ്റെ പേര് പരാമർശിക്കാതെ സ്നേഹത്തോടെ അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വാ, സൂപ്പർ രുചി. യാമി ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. ടീച്ചറെ, ആ തനുമോൾ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ? ഊണ് കഴിഞ്ഞപ്പോൾ യാമി ചോദിച്ചു. അവൾ മുറിയിൽ കളിക്കുക, കാവേരി മറുപടി നൽകി. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ യാമി തൻ്റെ ബാഗിൽ നിന്നും മനോഹരമായൊരു വിവാഹ ക്ഷണക്കത്തെടുത്ത് കാവേരിയുടെ കയ്യിൽ കൊടുത്തു. ടീച്ചറെ, അടുത്ത ഞായറാഴ്ച എൻ്റെ ഏട്ടൻ്റെ വിവാഹ നിശ്ചയ, നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അത് കേട്ട് കാവേരി അത്ഭുതത്തോടെ ചോദിച്ചു. ആരുടെ നിശ്ചയം മോളെ? നിന്റെ ജ്യേഷ്ഠൻ തെച്ചുവിൻ്റെയോ? അവൾ കത്ത് തുറന്നു നോക്കി. അതെ, ഏട്ടൻ നിങ്ങളോട് ആ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്, യാമി പറഞ്ഞു. കത്തിലെ ആ വരികൾ കാവേരിയുടെ കണ്ണുകൾ നീണ്ടു. ഇന്ദ്രജിത്ത് വെട്ട് സ്വാതി നായർ. ജിത്ത് എന്ന തൻ്റെ പ്രിയപ്പെട്ടൻ്റെ പേര് അവിടെ കണ്ടതും കാവേരി ഒരു നിമിഷം തരിച്ചിരുന്നു പോയി.